തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് കാണിച്ച് തോക്ക് ലൈസൻസിനായി PV അൻവർ MLA കഴിഞ്ഞ ദിവസം അപേക്ഷ നൽകിയിരുന്നു. മലപ്പുറം കളക്ട്രേറ്റിലെത്തിയാണ് അദ്ദേഹം അപേക്ഷ നൽകിയത്. ഒപ്പം മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിക്കുമെന്നും വെളിപ്പെടുത്തലുകൾ തൽക്കാലം നിർത്തിവെക്കുന്നുവെന്നും അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. PV അൻവറിന്റെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് പറയുകയും തോക്കിന് ലൈസൻസ് വേണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തത്. കല്ലുകൊണ്ടെറിഞ്ഞ് വീഴ്ത്തുന്ന ഭീഷണിയാണെങ്കിൽ അങ്ങനെയെന്നും ജീവന് ഭീഷണിയുള്ളതുകൊണ്ടാണ് തോക്കിന് അപേക്ഷിച്ചതെന്നും അൻവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. പോലീസ് സുരക്ഷയുണ്ടായിട്ടും തോക്കിന് അപേക്ഷിച്ചത് എന്തിനാണെന്ന ചോദ്യത്തിന് അത് ഞാൻ മാനേജ് ചെയ്തോളാം എന്നായിരുന്നു മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചത്. അപേക്ഷ കൊടുത്തു. ഇനി അതിന്റെ ഒരു പ്രൊസീജിയർ ഉണ്ട്. പ്രൊസീജിയർ പ്രകാരം കളക്ടറുടെ ഭാഗത്തു നിന്ന് സ്പീഡപ്പ് ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പോലീസ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് എനിക്കറിയില്ല. കല്ലുകൊണ്ട് എറിഞ്ഞ് വീഴ്ത്തുന്ന ഭീഷണിയും അങ്ങനെ കണക്കാക്കാം. മനസ്സിലല്ലേ? എങ്ങനെ വീഴ്ത്തല്ലോ? അല്ല, എനിക്ക് തോക്ക് കിട്ടിയാൽ മതി, ഐ വിൽ മാനേജ്. എന്നാൽ PV അൻവർ MLA തോക്ക് വേണമെന്ന ഈ ആവശ്യത്തിൽ വിമർശനവും എതിരഭിപ്രായവും ഉയർന്നു വരുന്നുണ്ട്. തന്റെ സുരക്ഷ ഉറപ്പാക്കാൻ തോക്ക് ലൈസൻസിന് അപേക്ഷ നൽകിയ ഭരണകക്ഷി MLA ഈ നടപടി കേരളത്തിലെ ഭരണ തകർച്ചയുടെ നേർക്കാഴ്ചയെന്നാണ് KPCC ജനറൽ സെക്രട്ടറി അഭിപ്രായപ്പെട്ടത്. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാറാണ് PV അൻവറിന്റെ നിലപാടിനെതിരെ രംഗത്ത് വന്നത്. കുത്തിയത്തോട് പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടന്ന സാമ്പത്തിക തട്ടിപ്പിനെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് കുത്തിയത്തോട്ടിലെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് നടന്ന മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം PV അൻവറിന്റെ ആവശ്യത്തിന് പിന്നിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. ഒപ്പം അധികാരമെന്നാൽ CPMന് പണസമ്പാദന മാർഗം മാത്രമാണെന്നും CPMൽ ഉയരുന്ന തർക്കങ്ങൾ അനധികൃത സ്വത്തിനെ സംബന്ധിച്ചുള്ളതാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഒരു ഭരണകക്ഷി MLA ആയിരുന്നിട്ടുകൂടി അദ്ദേഹത്തിന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ സർക്കാരിന്റെ വീഴ്ച കൂടിയാണ് ചൂണ്ടിക്കാട്ടുന്നത്. MLA PV അൻവറിന്റെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണ ജനങ്ങൾ കേരളത്തിൽ സുരക്ഷിതരാണോ എന്ന ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത്. ഭരണപക്ഷത്തിരിക്കുന്നവർക്കും MLA മാർക്കുമൊക്കെ സ്വന്തമായി തന്നെ സെക്യൂരിറ്റികളുണ്ട്, സുരക്ഷാ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതും പോരാതെയാണ് ഇപ്പോൾ തോക്ക് എന്ന ഒരു ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന സംസ്ഥാനത്ത് ഒരു MLAക്ക് പോലും സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിലൂടെ പൊതുജനത്തിന് ഭരണപക്ഷം നൽകുന്ന സുരക്ഷയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. സാധാരണക്കാർക്ക് ഇത്തരത്തിൽ ജീവന് ഭീഷണി വന്നാൽ എല്ലാവർക്കും സ്വയം സംരക്ഷിക്കാൻ തോക്ക് നൽകാൻ ഈ സർക്കാർ തയ്യാറാകുമോ? KPCC ജനറൽ സെക്രട്ടറി അഭിപ്രായപ്പെട്ടതുപോലെ ഭരണകക്ഷി MLA നടപടി കേരളത്തിലെ ഭരണ തകർച്ചയുടെ നേർക്കാഴ്ചയല്ലേ? എന്തായാലും PV അൻവറിന്റെ ഈ നടപടി തീർച്ചയായും പൊതുജനം ചോദ്യം ചെയ്യുന്നതാണ്. സാധാരണ ജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സുരക്ഷ എന്തെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ PV അൻവറിന്റെ ഈ നടപടിയുടെ പശ്ചാത്തലത്തിൽ വ്യക്തമാക്കേണ്ടതുണ്ട്. അതേസമയം PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ കേവലം പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ച് അവസാനിപ്പിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി തൽസ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം നേരിടണമെന്നും KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ ആവശ്യപ്പെട്ടു. മറ്റൊരു കാര്യം, ഈ സരിത താങ്കൾ പറഞ്ഞത് ശരിയാണ്. അജിത് കുമാർ പരാതിക്കാരി പറഞ്ഞിട്ടുണ്ട്, ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട് മൊഴി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് അജിത് കുമാർ വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. സരിത എപ്പോ പറഞ്ഞു? കുറച്ചു മുമ്പ് ഈ വാർത്ത കണ്ടിട്ട് ഞാൻ പറഞ്ഞത് എനിക്ക് കിട്ടിയ വിവരം ഞാൻ തന്നു. ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആലോചിക്കട്ടെ. അതുമായി ബന്ധപ്പെട്ട പരാതിക്കാരും സാക്ഷികളും അത് അന്വേഷിച്ച ഉദ്യോഗസ്ഥരും ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിക്കപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് അന്വേഷണത്തിൽ തന്നെ പോട്ടെ. പിന്നെ സരിത വേറെ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ ഹൈക്കോടതിയിൽ ഈ ചങ്ങാതിനെ കുറിച്ച്. അജിത് കുമാർ ശാരീരികമായി പീഡിപ്പിച്ചുകൊണ്ട് പോലീസ് കേസെടുക്കാത്തുണ്ട്. ഹൈക്കോടതിയിലൊരു കേസുണ്ട്. അജിത് കുമാർ പീഡിപ്പിച്ചിട്ട് അവർ പരാതി കൊടുത്തിട്ട് പോലീസ് കേസെടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് പോലീസിന് ഡയറക്ഷൻ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവർ ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ അവരോട് ചോദിച്ചാൽ അറിയാം. ഞാൻ മനസ്സിലാക്കിയ കേട്ടവരാ. നിങ്ങളൊന്ന് വിടി മാഷേ. മുഖ്യമന്ത്രി എവിടെയെങ്കിലും ഇരുന്നോട്ടെ, ആ സാധുവിന്റെ നെഞ്ഞത്തേക്ക് കയറണ്ട. ഞാൻ അവിടെ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയെ കാണുമെന്ന് പറഞ്ഞില്ലേ, പിന്നെ ഞാൻ ചോദിക്കുന്ന കാര്യം എന്താ?